കോവിഡ് നിയന്ത്രണ വിധേയമെന്ന് ഉന്നതതല യോഗത്തിൽ വിലയിരുത്തൽ. അനാവശ്യ ഭീതി വേണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കാനും തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉന്നതതല യോഗത്തിൽ എന്തൊക്കെയാണ് വിലയിരുത്തൽ? ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കോവിഡ് നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ട് ആശങ്ക വേണ്ടെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ലെന്നും വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ആശുപത്രിക്കുള്ളിൽ പ്രവേശിക്കുന്നവർ മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേണ്ട രീതിയിലുള്ള ആശുപത്രി സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം, ഐസൊലേഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അതോടൊപ്പം വേണ്ടി വന്നാൽ ICU സൗകര്യങ്ങളും വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ രോഗലക്ഷണമുള്ളവർക്ക് പരിശോധന കൃത്യമായും നടത്തി വരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു വരുന്ന സാഹചര്യമാണ്. ദിവസേന ഏകദേശം 1000 പരിശോധനകൾ വരെ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ കോവിഡ് കണക്കുകൾ നോക്കിയാലും കൂടുതലും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെ പ്രധാന കാരണം കൂടുതൽ രോഗനിർണയങ്ങൾ ഇവിടെ കണ്ടെത്തുന്നുണ്ട്. അതായത് കൂടുതൽ പേരിൽ നിന്ന് രോഗം കണ്ടെത്താനുള്ള സാമ്പിളുകൾ പരിശോധന കൃത്യമായി സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലും എറണാകുളം ജില്ലയിലും രോഗവ്യാപനം കൂടുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ജില്ലകളിലും പ്രത്യേക ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ വേണം, കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മരണനിരക്ക് കൂടുന്നു എന്നുള്ളൊരു ആശങ്കയും വേണ്ട. അത് സാധാരണഗതിയിൽ പരിശോധനയും മരണനിരക്കുമായി കണ്ടെത്തുന്നതാണ്. അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ വിലയിരുത്തി. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നില്ല. എന്നാൽ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. കൃത്യമായ ഒരു ജാഗ്രതയോടെ മാത്രം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തിയത്. ശരി വിഷ്ണു.